അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ആ ഒരു മാനദണ്ഡം പോലും പാലിക്കാതെ വീണ്ടും പാർട്ടിക്കായി ഇറങ്ങുമ്പോൾ അത് പല കോണുകളിലും, പാലക്കാട് മാത്രമല്ല കേരളത്തിന്റെ പല കോണുകളിലുമുള്ള പാർട്ടിക്ക് അത് വലിയ രീതിയിൽ അത് ദോഷം ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ന ബി സാജൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ AICCക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും അതിന്റെ ഒരു അപ്ഡേഷൻ വന്നോ? ഇല്ല, ഇതുവരെ തിരിച്ച് ഞങ്ങൾക്കൊരു റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. റിപ്ലൈ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നോക്കാം. എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത് പബ്ലിക്കായിട്ട് തന്നെ പ്രതികരിക്കണം എന്ന ഒരു ഘട്ടത്തിലെത്തിയത്? കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്ന് ശമിച്ചു വരികയായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വീണ്ടും ഒരു വോയിസ് റെക്കോർഡ് പുറത്തു വന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്രയും ഒരു പ്രതിസന്ധിയിൽ പാർട്ടി എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണത്തിന് ഇറങ്ങേണ്ടി വന്നത്. പോരാത്തതിന് അദ്ദേഹം ഒരു അച്ചടക്ക നടപടി നേരിടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ആ ഒരു മാനദണ്ഡം പോലും പാലിക്കാതെ വീണ്ടും പാർട്ടിക്കായി ഇറങ്ങുമ്പോൾ അത് പല കോണുകളിലും, പാലക്കാട് മാത്രമല്ല കേരളത്തിന്റെ പല കോണുകളിലുമുള്ള പാർട്ടിക്ക് അത് വലിയ രീതിയിൽ അത് ദോഷം ചെയ്യും. പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് പരസ്യമായി പ്രതികരിക്കേണ്ടി വന്നത്.